മറ്റൊരാളോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ വെൻ യു ടോക്ക് ടു സംവൺ എബൌട്ട് യുവർ പ്രോബ്ലംസ് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സൊല്യൂഷൻസ് വേറൊരാളുടെ നിന്ന് കിട്ടും എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്താലും സൊല്യൂഷൻസ് ഒന്നും കിട്ടില്ല, കാരണം അയാൾ ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോയിട്ടേ ഉണ്ടാവില്ല. ഇനി പ്രശ്നങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ പ്രശ്നങ്ങളോട് വേറൊരു തരത്തിലുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടും. അയാളുടെ കൂടെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ നമുക്കത് അനലൈസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് നമ്മൾ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ ഇതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യും. ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ റെഡ്യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ നമ്മുടെ മുമ്പിൽ തെളിയുന്നതായിരിക്കും. പോലെ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു നമ്മൾ ഒറ്റയ്ക്കാണ് ആ പ്രോബ്ലം ഫേസ് ചെയ്യണേ, നമ്മളൊരു ലോൺലി പേഴ്സൺ ആണ് എന്ന ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിക്കിട്ടും. ഇതൊക്കെ തന്നെ കൊണ്ടല്ലേ നമ്മൾ ഒരാളോട് നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യണം. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചില ട്രാപ്പുകളിൽ വീഴും അല്ലേ. നമ്മളെക്കാൾ മുതിർന്നവരാന്ന് വെച്ചിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് യാതൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ യാതൊരു നോളജും ഉണ്ടാവില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ അവർ നമ്മളെ കൂടുതൽ ഉപദേശിച്ച് പ്രശ്നങ്ങൾ കുളമാക്കും. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും നമ്മളെ മനഃപൂർവ്വം വഴി തെറ്റിച്ച് കളയും. ഈവൻ ദേ നോ ദ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം. അവരും അതേ സൊല്യൂഷൻസ് കിട്ടി അല്ലെങ്കിൽ ആ പ്രോബ്ലംസിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്നിട്ടും നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ചില സുഹൃത്തുക്കളും ഫാമിലിയിലത്തെ ആൾക്കാരും ഉണ്ടാകും. അപ്പം അവരോട് നമ്മൾ പ്രശ്നം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം നമ്മൾ ഒരാളോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് നമ്മളോട് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ വെറുതെ പ്രശ്നങ്ങൾ പറഞ്ഞ് അയാളുടെ ടൈമും നമ്മുടെ ടൈമും വേസ്റ്റ് ചെയ്യാണോ എന്ന് നോക്കണം. ചില ആൾക്കാർ എപ്പോഴും ഈ ചുമരിനോട് വർത്താനം പറയണ പോലെ അല്ലേ, നമ്മൾ എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും അത് അവരെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് വിചാരിച്ച് അവർ നമ്മളോട് ഒന്നും തിരിച്ചു പറയില്ല, നമുക്കൊരു സൊല്യൂഷനും തരില്ല. അതുപോലെ തന്നെ എന്താ പറയുക, കേട്ട ഭാവം തന്നെ നടിക്കില്ല. ഇതൊക്കെ നിന്റെ പ്രശ്നങ്ങളാണ്, നീ തന്നെ ഹാൻഡിൽ ചെയ്യണം. യു ആർ ദ ഓൺലി പേഴ്സൺ ടു ഫേസ് ഓൾ ദിസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. അല്ലെങ്കിൽ എനിക്ക് അവിടെ വന്നൊന്നും ചെയ്തു തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യാവുന്നുള്ളൂ. ഇങ്ങനെ കുറേ 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 കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എടുത്തിട്ട് തന്നിട്ട് നമ്മളെ ഒരു ഒറ്റമരമാക്കി അവിടെ നിർത്തും. അപ്പോൾ നമുക്കെന്ത് തോന്നും? നമ്മൾ മരുഭൂമിയിൽപ്പെട്ട പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പറയാണ്ടിരിക്കുക. വെറുതെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മുടെ ഉള്ള പ്രശ്നങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നമ്മൾ ഒറ്റമരങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യണ ഏതെങ്കിലും മരങ്ങൾ അപ്പുറത്തുണ്ടോ നോക്കും. കാരണം ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾക്ക് ചെറിയൊരു മന്ദമരുതൻ കിട്ടിയാലും നമുക്കൊരു ആശ്വാസം കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാണ്ട് എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് വർത്താനം പറയുമ്പോൾ ചിലർ പറയും, എല്ലാം കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ 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 എന്നുള്ളത്. ബട്ട് ദ തിങ് ഈസ് വി ആർ സഫറിങ് ഇൻ ദ സൈലൻസ്. ആരും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പോണില്ല എന്ന് നമുക്ക് അറിയാം. പൊതുവായിട്ടുള്ളൊരു പറച്ചിലുണ്ട്, പ്രോബ്ലം ഷെയർഡ് ഇസ് പ്രോബ്ലം ഹാഫ്ഡ് എന്ന്. അതായത് നമ്മളൊരു പ്രോബ്ലം ഷെയർ ചെയ്യുമ്പോൾ ആ പ്രോബ്ലം പകുതിയായിട്ട് കുറയുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവില്ലേ, അന്ന് പിന്നെ എങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ ഈ പ്രോബ്ലംസ് ഒക്കെ ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള, നമ്മളെ കൂടുതൽ ജഡ്ജ് ചെയ്യാത്ത, അതായത് നീ ഇങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റൽ കമൻ്റ് ഒന്നും അടിക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ ഒരു മുൻവിധിയോടുകൂടി വർത്താനം പറയുന്ന ആൾക്കാരോട് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. ഈ നമ്മൾ പറയണ ആൾക്കാരില്ലേ, നമ്മൾ ആ പറയണ ആളുടെ അടുത്ത് ഒരു സെൻറ്റൻസോ രണ്ട് സെൻറ്റൻസോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലിസൺ വെദർ ദേ ആർ എ ഹാപ്പി ലിസ്ണർ ഓർ ഹാപ്പി ടു ലിസൺ യു. നിങ്ങളെ റിയലി ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണോ എന്നുള്ളത് ഒന്ന് നോക്കുക. പിന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ടായിരിക്കും. നമ്മുടെ പ്രോബ്ലംസ് പറയുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്താൽ ശരിയാവില്ല എന്നുള്ളടത്ത് അങ്ങനെ പറയുന്ന ആൾക്കാർ. അപ്പം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നോക്കുക, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന ആൾക്കാർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എനിക്കൊക്കെ ഭയങ്കര ഓവർ ഷെയറിങ് ഉള്ള ഒരാളായിരുന്നു. കുറേ അധികം ഷെയർ ചെയ്യും കാര്യങ്ങൾ. ഒരാവശ്യം ഉണ്ടാവില്ല. കേൾക്കുന്ന ആൾക്കാർക്ക് ചുമര് കേൾക്കണ അത്ര പോലും അവർ നമ്മളെ കേൾക്കണുണ്ടാവില്ല. അവർക്ക് നമ്മളുടെ പ്രോബ്ലംസിൽ യാതൊരു വക ഇൻട്രസ്റ്റും ഉണ്ടാവില്ല.
നമ്മുടെ ഫോണിൻ്റെ പൈസ പോവും വെറുതെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട്. കാരണം അവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളല്ലല്ലോ, പിന്നെ എന്തിനും നമ്മുടെ പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ ഷെയർ ചെയ്യണ്ട. കാരണം അവരൊരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോണില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുമല്ലോ. ഇന്ന ആളോട് പറഞ്ഞാൽ ഇന്ന കാര്യത്തിനൊരു സൊല്യൂഷൻ കിട്ടുന്നു, അത്തരം ആളുകളുടെ അടുത്ത് പോകട്ടെ. ദേ ആർ പ്യോർ ജം. അവർ നമ്മളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഒരു കണ്ടീഷൻ ഇല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അൺകണ്ടീഷണൽ ലവ് നമ്മളോടുള്ള ആൾക്കാർ, ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സ്നേഹത്തോട് വരുന്ന ചില മനസ്സുകളുണ്ടല്ലോ, അവരോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ആങ്സൈറ്റിയും ഇല്ല, സ്ട്രെസ്സും ഇല്ല, ആൻഡ് ദേ വിൽ മേക്ക് എസ് മോർ കൂൾ. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ. നമ്മളെന്തിനാ ഓവർ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഉള്ള റെസ്പെക്റ്റ് കളയുന്നത്? നമുക്ക് നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അപ്പം ഇനി നമ്മൾ പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലംസ് അവർ മൾട്ടിപ്ലൈ ചെയ്ത് തരാണോ തരുന്നത്, സോൾവ് ചെയ്ത് തരുവാണോ ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്ത് തരാണോ ചെയ്യണത് എന്ന് തിങ്ക് ചെയ്തിട്ട് വേണം ഷെയർ ചെയ്യാൻ, കേട്ടോ. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ ലൈഫിൽ പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്നേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസുള്ള ആൾക്കാർ എന്നെ കേൾക്കുന്നവരുണ്ടാകാം. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ മറ്റൊരാളോട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിന് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടോ, അതോ അങ്ങനെയല്ലേ, ഒന്ന് കമൻറ്റിൽ പറയണേ. താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു എൻജോയ് ദ ടോപ്പിക്.